PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ ഒട്ടും അറിയാത്തവർക്ക് പോലും, ഇംഗ്ലീഷിലെ ഗ്രാമറും ഒന്നും പഠിക്കാത്തവർക്ക് പോലും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 20 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ്. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ്. അപ്പോൾ ഇവിടെ കോൺകോഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും അതിൻ്റെ റൂളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇത് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കേ, എയ്തർ ഉണ്ട്, ഓർ ഉണ്ട് അല്ലേ. എയ്തർ ഓർ, നെയ്തർ നോർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. എന്തൊക്കെയാണ്? നെയ്തർ നോർ ഉണ്ട്, എയ്തർ ഓർ ഉണ്ട്. ഇത് രണ്ടും വെച്ച് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എത്രാമത്തെ സബ്ജക്റ്റാ? രണ്ടാമത്തെ സബ്ജക്റ്റ് കൺസിഡർ ചെയ്യണം. എപ്പോഴാണ്? നെയ്തർ നോർ വെച്ചിട്ടോ അല്ലെങ്കിൽ എയ്തർ ഓർ വെച്ചിട്ടോ ഒരു സബ്ജക്റ്റിനെ, രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് നൗണിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാ? ആദ്യത്തെ സബ്ജക്റ്റ് മൈ ഫാദറും രണ്ടാമത്തെ സബ്ജക്റ്റ് മൈ മദറും ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റായ മൈ മദറിനെയാണ്. മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, സിംഗുലർ നൗൺ ആണ് മൈ മദർ അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പം തന്നെ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? ഈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതിനെയാണ്? രണ്ടാമത്തെ സബ്ജക്റ്റിനെയാണ്. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബ് ആയിട്ടുള്ള ഈസ് സെലക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇറ്റ് വാസ് ദി ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബൗട്ട്. ഇറ്റ് വാസ് ദി ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബൗട്ട്. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇവിടെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി അതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇറ്റ് വാസ് ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് EST എന്ന് പറയുന്ന ഫോം വരില്ലേ, അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ദാ കഴിഞ്ഞിട്ട് EST ഫോമാണ് വരേണ്ടത്, അത് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ EST ഫോം വരുന്നത് ഏതാണ്? ചീപ്പസ്റ്റ് അല്ലേ, ചീപ്പസ്റ്റ്. അപ്പോൾ മോസ്റ്റ് ഒന്നും അവിടെ വരത്തില്ല കേട്ടോ. ചീപ്പസ്റ്റ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ വരിക. ചീപ്പിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ചീപ്പസ്റ്റ് ആണ്. അപ്പോൾ ചീപ്പ്, ചീപ്പർ, ചീപ്പസ്റ്റ് എന്നാണ് വരിക അല്ലേ. ചീപ്പ്, ചീപ്പർ, ചീപ്പസ്റ്റ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചീപ്പർ എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ചീപ്പർ, ചീപ്പർ എന്ന് പറയുന്നത് ദാൻ ഉണ്ടോ എന്ന് നോക്കുക. ദാൻ ഉണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് എന്ത് വരും? ചീപ്പർ, ചീപ്പർ ദാൻ എന്ന് പറയും. ദ ചീപ്പസ്റ്റ്, ചീപ്പർ ദാൻ വരും. ദ ആണെങ്കിൽ എന്ത് വരും? ചീപ്പസ്റ്റ് വരും. ദാൻ ആണെങ്കിൽ ചീപ്പർ, ER ഫോം ദാൻ വരുമ്പോഴാണ് വരിക. EST ഫോം എപ്പോഴാണ് വരിക? ദ വരുമ്പോഴാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ആസ്, സോ ആസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ചീപ്പാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ദ ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ചീപ്പസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഡാഷ് ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അത് അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ
അല്ലേ? എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ ഞാൻ സർപ്രൈസ്ഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കേണ്ടത് എന്താണ്? ദെൻ ആണ് വരുന്നത്. ദെൻ. ഓക്കെ. അടുത്ത ചോദ്യം, ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് ഡാഷ് ടു ഗോ ടു ദി മൂവീസ് ഓർ നോട്ട്? ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് ഡാഷ് ടു ഗോ ടു ദി മൂവീസ് ഓർ നോട്ട്? അപ്പം ഇവിടെ എന്താ, മൂവിക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതാണ് അല്ലേ? ഇപ്പം ഇവിടെ കൺജങ്ഷൻ വെദർ ആണ് വരിക കേട്ടോ. വെദർ ഓർ ആണ് വരിക. ഓക്കെ, എന്താണ് വെദർ? വെദർ ഓർ. ഇവിടെ ഓർ കണ്ടോ? വെദർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നേരത്തെ നെയ്തർ നോറും എയ്തർ ഓറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എയ്തറിന്റെ കൂടെയും ഓറ് വരും. പക്ഷെ ഇവിടെ എന്താണ്, പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് അവിടെ പറയുന്നത്. സോ അവിടെ വെദർ ഓർ ആണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ എയ്തറൊക്കെ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എയ്തർ ഓർ അല്ല, വെദർ, പോകണോ വേണ്ടയോ എന്നുള്ളതാണ് വരുന്നത്. സോ വെദർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. എന്താണ്? രാമു യൂഷ്വലി, അപ്പൊ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഹാബിച്വൽ ആക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഫോം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ആണ് വരേണ്ടത് അല്ലെ? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ആണ് വരുന്നത്. നമ്മൾ ടെൻസ് ഒക്കെ പഠിച്ചതാണ്. സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഡു ആണോ ഡസ് ആണോ എന്നുള്ളത് എന്തിനെ അനുസരിച്ചിരിക്കും? സബ്ജക്റ്റ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ആരാ? രാമു ആണ്. അപ്പൊ രാമു എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സിംഗുലർ വെർബ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എസ് ചേർത്തിട്ടുണ്ടാവും അല്ലെ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ രാമു എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡസ് പ്ലേ ആണ് വരിക, അതായത് പ്ലേസ് എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, എന്തെങ്കിലും ഒരു ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ആണ്. സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആണ് ഉപയോഗിച്ചത്. പ്ലേസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ടു ടയേർഡ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെന്റൻസ്, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ നെഗറ്റീവ് ആണോ എന്നറിയാൻ നമുക്ക് ഈസി ആയിട്ടുള്ള അല്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്ന വേർഡ്സ് അല്ലെ, സ്കെയേഴ്സ്ലി, ഹാർഡ്ലി അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോട്ട് എന്ന് പറയുന്നത് ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഐ ആം ടു ടയേർഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മുടെ സെന്റൻസ് എന്താ? പോസിറ്റീവ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്. നമ്മുടെ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഐ ആം ടു ടയേർഡ് എന്നല്ലേ? അപ്പൊ പ്രത്യേകിച്ച് എന്താണ്, ഒന്നും പഠിക്കാത്ത, അതായത് ഇതിന്റെ ലോയും അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു റൂളൊന്നും പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ആം എന്നുള്ളതിന് പകരം അവിടെ നമ്മൾ ആമിൻറ്റ് എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആമിൻറ്റ് അത് അങ്ങനെ വരത്തില്ല കേട്ടോ. ആമിൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല. ആം ഐ ഉണ്ട്. ഇതിപ്പോൾ സെന്റൻസ് ഐ ആം നോട്ട് എന്നാണെങ്കിൽ, ഐ ആം നോട്ട് എന്നാണ് വന്നിരുന്നതെങ്കിൽ ആം ഐ എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ ഐ ആം ടു ടയേർഡ് ആണ് അല്ലേ? അപ്പം ആമിൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല, അത് തെറ്റാണ്. അപ്പം ഐ ആം എന്നാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ആറിൻറ്റ് ഐ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഐ ആം വന്നു കഴിഞ്ഞാൽ ആറിൻറ്റ് ഐ ആണ്. അതൊരു റൂളാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഐ ആം വന്നു കഴിഞ്ഞാൽ ആറിൻറ്റ് ഐ ആണ്. പക്ഷെ ഐ ആം നോട്ട് വന്നാൽ എന്താ? ആം ഐ ആണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം. ഹി കിൽഡ് 2 parrots ഡാഷ് 1 stick. ഹി കിൽഡ് 2 parrots ഡാഷ് 1 stick. അതായത് അവൻ ഒരു വടി കൊണ്ട് അല്ലേ ആ 2 തത്തേനെയും കൊന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വടി കൊണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? വിത്ത് അറ്റ് ബൈ ഇൻ. ഇവിടെ കൊണ്ട് എന്നുള്ള മീനിങ്ങുള്ള ഒറ്റതേ ഉള്ളൂ. ഏതാ? വിത്ത് ആണ് വരുന്നത്. ഹി കിൽഡ് 2 parrots വിത്ത് 1 stick എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു ഹാഡ് റീഡ് ദ പേപ്പർ
യു ഡാഷ് സീൻ ദി അഡ്വർടൈസ്മെന്റ്. ഇഫ് യു ഹാഡ് റീഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദി അഡ്വർടൈസ്മെന്റ്. ഇവിടെ എന്താ ഇഫ് ക്ലോസ് ആണ് അല്ലേ, നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചതാണ്. അപ്പൊ ഇഫ് ക്ലോസിൽ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ ഓർമ്മയുണ്ടോ? ഇഫ് യു ഹാഡ് റെഡ് എന്നാണ് അല്ലേ. ഓക്കെ, ഇവിടെ റീഡ് അല്ല, സോറി, റെഡ് ആണ്. ഇഫ് യു ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. അപ്പൊ റെഡ് എന്ന് പറയുന്നത് റീഡിന്റെ തേർഡ് ഫോം ആണ്. റീഡ് റെഡ് ആണ് വരുന്നത് അല്ലേ. റീഡ് റെഡ് റെഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് തേർഡ് ഫോം ആണ്. ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ. അപ്പൊ ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന ഒരു ഫോം ഇഫ് ക്ലോസിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം വരേണ്ടത്? വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് V3 ഫോം സീൻ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിലുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരണം? വുഡ് ഹാവ് അല്ലെ, നമ്മുടെ ഓപ്ഷനിലുണ്ട് വിൽ ഹാവ്, ഹാഡ്, വില്ല്. അപ്പോൾ ഏതേ വരത്തുള്ളൂ? വുഡ് ഹാവേ വരത്തുള്ളൂ. അപ്പോൾ ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു വുഡ് ഹാവ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഇവിടെ എന്താ? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആസ് വി ഡ്രോവ് ഡൗൺ ദി കൺട്രി സൈഡ് വി സോ എ ഡാഷ് ഓഫ് ഷീപ്പ് ഗേസിംഗ് ഇൻ ദ ഫീൽഡ്. ആസ് വി ഡ്രോവ് ഡൗൺ ദി കൺട്രി സൈഡ് വി സോ എ ഡാഷ് ഓഫ് ഷീപ്പ്. അപ്പോൾ ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഷീപ്പിന്റെ കളക്റ്റീവ് നൗണിന് പറയുന്നത് എന്താണ്? ഫ്ലോക്ക് ആണ് പറയുന്നത്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഫ്ലോക്ക് ഓഫ് ബേർഡ് എന്ന് പറയും, ഫ്ലോക്ക് ഓഫ് ക്യാമൽ എന്ന് പറയും, ഫ്ലോക്ക് ഓഫ് ഡക്ക് എന്ന് പറയും, ഫ്ലോക്ക് ഓഫ് ഗോട്ട് എന്ന് പറയും, ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ എല്ലാം കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഫ്ലോക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ബേർഡ്സ്, ക്യാമൽസ്, ഡക്ക്, ഗോട്ട്, ഷീപ്പ്, ടൂറിസ്റ്റ്, ഇതിൻ്റെ എല്ലാം കളക്റ്റീവ് നൗൺ എന്ത് തന്നെയാണ് വരുന്നത്? ഫ്ലോക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. നമ്മൾ ഹേർഡും ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഹേർഡൊക്കെ എന്തിൻ്റെയാ? കാറ്റിൽ, എലിഫന്റ്, കൗ, ഡിയർ, ഇതിൻ്റെയൊക്കെ എന്താണ്? ഹേർഡാണ്. ട്രൂപ്പ് നമ്മൾ സോൾജിയർ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനി വീണ്ടും പറയുന്നില്ല. അടുത്ത ചോദ്യം, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സസറി. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇല്ല. PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ്? ആക്സസറിയുടെ സ്പെല്ലിംഗ് എന്താ? ACCESSORY. ACCESSORY. ORY ആണ് കേട്ടോ. അതാണ് ആക്സസറിയുടെ സ്പെല്ലിംഗ്. സോ ഇതിൽ ആൻസർ ഇല്ല. അടുത്ത ചോദ്യം നോക്കുക. ദ ആന്റോണിം ഓഫ് സ്റ്റാർട്ടിൽഡ് ഈസ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറയുന്നതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുക എന്നതാണ് അർത്ഥം. സ്റ്റാർട്ടിൽഡ് എന്താണ്? ഞെട്ടുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇതിൽ? അമ്യൂസ്ഡ്, എൻലെസ്, റിലാക്സ്ഡ്, അസ്റ്റോണിഷ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. റിലാക്സ്ഡ് ആണ് കേട്ടോ, റിലാക്സ്ഡ്. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് ഓഗസ്റ്റ് ഈസ്. ഓഗസ്റ്റിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം എന്ന് പറയുമ്പോൾ സെയിം മീനിങ് വരുന്നത്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുലീനമായ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, കുലീനമായ. അപ്പൊ അതിന്റെ സെയിം മീനിങ് വരുന്നതാണ് ഡിഗ്നിഫൈഡ്. ഓപ്ഷൻ ഡി ആണ് ഡിഗ്നിഫൈഡ്. അടുത്ത ചോദ്യം നോക്കാം. മൈ ഫ്രണ്ട് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് ഡാഷ് ഓവർ ദ ഇയേഴ്സ്. ഐ തിങ്ക് ഹി വാണ്ട്സ് മീ ടു യൂസ് ഇറ്റ് ടു റൈറ്റ് ടു ഹിം. ഇവിടെ റൈറ്റിംഗ് മെറ്റീരിയൽസ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമുക്ക് സ്റ്റേഷനറി എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വേണ്ടത്. റൈറ്റിംഗ് മെറ്റീരിയൽസ്. റൈറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് എന്താണ്? സ്റ്റേഷനറിയുടെ സ്പെല്ലിംഗ് ഓപ്ഷൻ ബി ആണ്. STATIONERY. STATIONERY. സ്റ്റേഷനറി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദി ട്രസ്റ്റ്. എന്താ? ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദി ട്രസ്റ്റ്. അവൻ അവന്റെ പ്രോപ്പർട്ടി ട്രസ്റ്റിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ വിതരണം ചെയ്തു എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. കൊടുത്തു എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമ്മൾ എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് വരുന്നത് ഗീവ് എവേ അല്ലെ. ഗീവ് എവേയുടെ പാസ്റ്റ് ആണ് ഇവിടെ. ഗേവ് എവേ ആണ് വരുന്നത്. ഓക്കെ, ഗേവ് എവേ. അടുത്ത ചോദ്യം നോക്കുക. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൽ വിശ്വാസം, ദൈവമുണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കാത്തവൻ, അതായത് നിരീശ്വരവാദി. നിരീശ്വരവാദി എന്നുള്ളതിന്റെ വൺ വേർഡ് എന്താണ്?
എത്തീസ്റ്റ് ആണ്, എത്തീസ്റ്റ്. ഓപ്ഷൻ സി ആണ് എത്തീസ്റ്റ്. അടുത്തത് ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? അതായത് കച്ചേരി തുടങ്ങും മുൻപ് അല്ലേ? അപ്പോൾ കച്ചേരി തുടങ്ങുന്നതിന് മുൻപ് ഇൻട്രൊഡക്ടറി റിമാർക്സ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കച്ചേരി തുടങ്ങുന്നതിന് മുൻപ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ മുൻപ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ബിഫോർ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ബിഫോർ ദ കൺസേർട്ട് ബിഗാൻ. അപ്പോൾ കച്ചേരി തുടങ്ങുന്നതിന് മുൻപാണ് ഇൻട്രൊഡക്ടറി റിമാർക്സ് കൊടുക്കുക. അപ്പോൾ മുൻപ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബിഫോർ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഷീ വിസിറ്റ്സ് ഹർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് എന്താണ് അവിടെ മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷീ വിസിറ്റ്സ് ഹർ ഫാദർ, അതായത് വളരെ അപൂർവമായിട്ടേ അവൾ അവളുടെ അച്ഛനെ കാണാറുള്ളൂ എന്നുള്ളതാണ് അവിടെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ അപൂർവമായി, വളരെ അപൂർവമായി എന്ന് കാണിക്കാൻ വേണ്ടി റയർലി എന്ന് പറയുന്ന മീനിങ് വരുന്നത് ഏതാ? സെൽഡം ആണ്. സെൽഡം, റയർലി എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. ഇവിടെ എന്താണ്? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. ഇവിടെ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഹാവ് ബീൻ വർക്കിംഗ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ആ ഒരു ടെൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സിൻസും ഫോറും യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സിൻസും ഉണ്ട്, ഫോറും ഉണ്ട്. ഇനി ഇതിൽ സിൻസ് ആണോ ഫോർ ആണോ എന്നെങ്ങനെയാണ് നമ്മൾ അറിയാൻ പറ്റുക? പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ സിൻസ് ആയിരിക്കും. പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ ഫോർ ആയിരിക്കും അല്ലേ? പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും, പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ ഫോറും ആണ് വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്താണ്? 2002 എന്ന് പറയുന്നൊരു പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, സിൻസ് ആണ് വരിക. ഇനി പീരീഡ് ഓഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ ഫോർ 5 years, ഫോർ 3 years, അങ്ങനെ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ 4 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സിൻസും ഫോറും യൂസ് ചെയ്യുന്നത്. അതിൽ പോയിന്റ് ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ സിൻസും, പീരീഡ് ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ ഫോറും ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ഇവിടെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് ഫ്രേസ്. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഫ്രേസിന്റെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതായത് ഞാൻ ആർക്കാണോ എൻ്റെ വീട് വിറ്റത് അയാൾ ഒരു ചീറ്റ് എന്നുള്ള ഒരു അർത്ഥമല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ആർക്കാണോ എന്ന് പറയണമെങ്കിൽ ടു ഹൂ ഐ സോൾഡ് എന്നാണോ പറയേണ്ടത്? അല്ല, ടു ഹൂം ഐ സോൾഡ് എന്നാണ് വരേണ്ടത്. ടു ഹൂം ഐ സോൾഡ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ടു ഹൂം ഐ സോൾഡ്, ആർക്കാണോ ഞാൻ എൻ്റെ വീട് വിറ്റത് അയാൾ ഒരു ചീറ്റാണ് അല്ലേ? അപ്പോൾ ടു ഹൂം ഐ സോൾഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. രാജു വോർ എ വൈറ്റ് ഷർട്ട്. ചൂസ് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. രാജു വോർ എ വൈറ്റ് ഷർട്ട് എന്നുള്ളതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ നമുക്ക് രാജു വോർ, വോർ എന്ന് പറയുന്നത് വിയർ എന്ന് പറയുന്നതിന്റെ V2 ഫോം ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ മാറും? ഇവിടത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആവും. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? എ വൈറ്റ് ഷർട്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എ വൈറ്റ് ഷർട്ട് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. എ വൈറ്റ് ഷർട്ട്, പിന്നെന്ത് വരും? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ വരണം. അപ്പോൾ ഇവിടെ വാസ് ഓർ വേർ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വാസ് വരുന്നത്. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി അല്ലേ? വാസ്. അപ്പോൾ എ വൈറ്റ് ഷർട്ട് വാസ് ബോൺ ബൈ രാജു ആണ് വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ വാസ് ആണോ വേറാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട, അവിടെ വാസ് മാത്രമേ ഉള്ളൂ. ഇനി വേറും കൂടി ഉണ്ടെങ്കിൽ എന്ത് നോക്കുക? നമ്മുടെ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് രാജു എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈ ഒരു രീതിയിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് വിത്ത് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഇതുപോലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഇതുപോലുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ പരീക്ഷ ആകുമ്പോഴത്തേനും ഇംഗ്ലീഷിലും മാത്സിലും നിങ്ങൾക്കൊരു അടിത്തറ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്